and loading effect. പൊട്ടൻഷ്യോമീറ്ററിനെയും അതിനുണ്ടാവുന്ന ലോഡിംഗ് ഇഫക്റ്റിനെയും പറ്റിയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണിത്. എന്താണ് പൊട്ടൻഷ്യോമീറ്റർ നോക്കാം. പൊട്ടൻഷ്യോമീറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് അതൊരു റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ് എന്നുള്ളതാണ്. പൊട്ടൻഷ്യോമീറ്റർ ഒരു ബേസിക് ആയിട്ടുള്ള റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. അത് നമ്മൾ പോർട്ട് എന്നാണ് പറയുക അല്ലേ. ഇലക്ട്രോണിക്സ് ലാബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പോർട്ട് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യോമീറ്റർ കണ്ടിട്ടുണ്ടാവും, ചെറിയ പോർട്സ് കണ്ടിട്ടുണ്ടാവും. അതായത് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ വോൾട്ടേജ് ഡിവൈഡർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മളൊരു സർക്യൂട്ടിൽ നമുക്ക് വോൾട്ടേജ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊട്ടൻഷ്യോമീറ്ററിനെ യൂസ് ചെയ്യുന്നത് നമ്മൾ. ഇനി അതിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പൊട്ടൻഷ്യോമീറ്ററിന് എന്തൊക്കെ ഉണ്ടാവും? ഒരു ഫിക്സഡ് റെസിസ്റ്റൻസ് എലമെൻ്റ് ഉണ്ടാവും, ഒരു സ്ലൈഡിംഗ് കോണ്ടാക്റ്റും ഉണ്ടാവും. ഇതാണ് ബേസിക് ആയിട്ടൊരു പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പാർട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ഫിക്സഡ് റെസിസ്റ്റൻസിൻ്റെ മേലെ ഒരു സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ഉണ്ടാവും. ഈ സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് നമ്മൾ സ്ലൈഡർ ഓർ വൈപ്പർ എന്ന് പറയും. അതിനെ നമ്മൾ വൈപ്പർ അല്ലെങ്കിൽ സ്ലൈഡർ എന്ന് പറയും. ഇനി ഈ സ്ലൈഡിംഗ് കോണ്ടാക്റ്റിൻ്റെ മോഷൻ നമുക്ക് ട്രാൻസ്ലേറ്ററി മോഷനുള്ള പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട്, റൊട്ടേഷണൽ മോഷനുള്ള പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട്, കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേഷണറി ആൻഡ് റൊട്ടേഷണൽ മോഷനുള്ള പൊട്ടൻഷ്യോമീറ്റേഴ്സും ഉണ്ട്. ഇങ്ങനെ ട്രാൻസ്ലേഷനും റൊട്ടേഷനും അറ്റ് എ ടൈം ചെയ്യുന്നതിനെ ഹെലിക്കൽ പൊട്ടൻഷ്യോമീറ്റർ അല്ലെങ്കിൽ ഹെലിപോഡ്സ് എന്ന് പറയാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് പൊട്ടൻഷ്യോമീറ്ററിനെ കുറിച്ച് പറയുന്നത്. ഇനി പവറിൻ്റെ കാര്യം കൂടി പറയാം. നമുക്ക് DC പവറും AC പവറും റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സിൽ യൂസ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. മിക്കവാറും റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്തായിരിക്കും? പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആയിരിക്കും. എക്സ്റ്റേണൽ പവർ സപ്ലൈ അതിന് ആവശ്യമാണ്. അതുകൊണ്ട് റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ഈസ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ ആയിരിക്കും. അത് നമുക്ക് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പോയിന്റ്സ് ആയിട്ട് പറയാൻ പറ്റും. AC-യും DC-യും. AC എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് ഡയറക്റ്റ് കറണ്ട്. രണ്ട് കറണ്ട് നമുക്ക് ഇതിന് വോൾട്ടേജ് സോഴ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതുണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് നമ്മൾ സാധാരണ കഴിഞ്ഞ കൊല്ലമൊക്കെ നിങ്ങൾ ബേസിക് ഇലക്ട്രോണിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന്. അതായത് റെസിസ്റ്റൻസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് പഠിക്കാനുണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ അകത്ത് വയർ ബൗണ്ട് റെസിസ്റ്റൻസ്, ഇതൊക്കെ നിങ്ങൾ ഒന്നുകിൽ +2 എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. വയർ ബൗണ്ട് റെസിസ്റ്റൻസ് എന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് പൊട്ടൻഷ്യോമീറ്റേഴ്സും. വയർ ബൗണ്ട് പൊട്ടൻഷ്യോമീറ്റേഴ്സ് അല്ലെങ്കിൽ സെറാമിക്കും മെറ്റൽസും യൂസ് ചെയ്തിട്ടുള്ള സെർമെറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഹോട്ട് മൗൾഡഡ് കാർബൺ ഫിലിം, തിൻ മെറ്റൽ ഫിലിം, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 2 മാർക്കിനോ ഒരു 4 മാർക്കിനുള്ള വരെ ഇത്ര പോയിന്റ്സ് നമുക്ക് മതി. 5 മാർക്കിനാവുമ്പോൾ അതിൻ്റെ ഫിഗറും കൂടി വരക്കണം. ഇതാണ് ഫിഗർ. നിങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ട പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഫിഗറാണിത്. ട്രാൻസ്ലേഷണൽ പൊട്ടൻഷ്യോമീറ്റർ. എന്താണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്? ഇതാണ് അതിൻ്റെ സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് അല്ലേ. സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ഓർ വൈപ്പർ. ഇതതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സ്. ഇങ്ങനെയാണ് സ്ലൈഡർ മൂവ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മൂവ് ചെയ്യുക. അപ്പോൾ ഈ പോയിന്റിലാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് ഇത്രയും റെസിസ്റ്റൻസ് ആയിരിക്കും, ഈ പോയിന്റിലാണെങ്കിൽ പിന്നെ ഇത്രയും റെസിസ്റ്റൻസ്. അങ്ങനെ ഇതിൻ്റെ മോഷൻ അനുസരിച്ചിട്ടാണ് സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് ഇൻക്ലൂഡ് ആവുന്നത്. XI എന്ന് പറയുന്നതാണ് ഇതിൻ്റെ മോഷനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. XT രണ്ടും കണ്ടാൽ ഒരുപോലെ ഉണ്ട്. ഇത് XT ടോട്ടൽ ലെങ്ത്ത്. XI എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് സ്ലൈഡറിൻ്റെ ലെങ്ത്ത്. സ്ലൈഡർ എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് ഇവിടെ കിട്ടും. അതായത് നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിന് ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെയാണ് കൊടുക്കുന്നത്. ഇത് സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ആണ്. ഇതെന്താണ്? അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് XT. ഇത് അതിന് ഇൻപുട്ട് ലെങ്ത് ആണ്. ഇനി നമുക്ക് ഇതാണ് റൊട്ടേഷണൽ പൊട്ടൻഷ്യോമീറ്റർ. റൊട്ടേഷണൽ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ടോട്ടൽ റെസിസ്റ്റൻസ്. അതിൻ്റെ സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ആണിത്. ആ സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് മൂവ് ചെയ്തിട്ടുള്ള ആംഗിളാണ് θi. ഇത് ടോട്ടൽ ആംഗിൾ ഓഫ് ദാറ്റ് റെസിസ്റ്റൻസ് θt.
റൊട്ടേഷണൽ പൊട്ടൻഷ്യോമീറ്റർ ആകുമ്പോൾ നമ്മൾ ആംഗിളാണ് മെഷർ ചെയ്യുക അല്ലേ, ആംഗിൾ ഡിസ്പ്ലേസ്മെൻറ്റ് ആംഗിളാണ് മെഷർ ചെയ്യുക. ഇത് സ്ലൈഡിങ് കോണ്ടാക്റ്റാണ്. ഇവിടെ സെയിം തന്നെയാണ്, ഒരു സ്ലൈഡിങ് കോണ്ടാക്റ്റും ഒരു ഫിക്സഡ് റെസിസ്റ്റൻസും ഒരു വോൾട്ടേജ് സോഴ്സും. ഇതാണ് ഔട്ട്പുട്ട്. സ്ലൈഡിങ് കോണ്ടാക്റ്റിൻ്റെ ടെർമിനലിൽ നിന്ന് അഗെയിൻ ഒരു ടെർമിനലിലേക്ക്, ഗ്രൗണ്ട് ടെർമിനലിലേക്ക് എടുക്കുന്നതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇതാണ് റൊട്ടേഷണൽ പൊട്ടൻഷ്യോമീറ്റർ. രണ്ടിൻ്റെ ഫിഗർ നിങ്ങൾ വരയ്ക്കണം. ഈ സ്ലൈഡിൽ ഉള്ളതൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം. നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സ്ലൈഡിൽ കംപ്ലീറ്റ് പോയിന്റ് ആയിട്ട് ഇടുന്നത്. അല്ലെങ്കിൽ പോയിന്റ് ആയിട്ട് ഇടുള്ളൂ. ഇത് സെൻറ്റൻസ് ആയിട്ട് തന്നെ ഇടുന്നത് നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഹെലിക്കൽ പോർട്ട് നോക്കാം. ഹെലിക്കൽ പോർട്ട് ഇതാണ് ഹെലിക്കൽ പോർട്ട്. ഹെലിക്കൽ പോർട്ടിൻ്റെ അകത്ത് നമുക്ക് റൊട്ടേഷണൽ ആൻഡ് ട്രാൻസ്ലേഷണൽ മോഷനാണ്. അതായത് ഒരു ഹെലിക്സ് ആണല്ലേ, അപ്പോൾ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യാണ്. ഇങ്ങനെയാണ് മൂവ് ചെയ്യുക അതിൻ്റെ സ്ലൈഡർ. ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ മൂവ് ചെയ്യും ആ സ്ലൈഡർ. ഇതാണ് സ്ലൈഡർ ഓർ വൈപ്പർ. ഇതാണ് വൈപ്പർ. അതെങ്ങനെയാണ് മൂവ് ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ എന്ത് മോഷനും റൊട്ടേഷണൽ, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ട്രാൻസ്ലേഷണൽ മോഷൻ. രണ്ടും ഉണ്ട്. അങ്ങനെ ഹെലിക്കൽ പോർട്ട് ഓർ ഹെലിപോർട്ട് എന്ന് പറയും. ഹെലിപോർട്ട്. ഇങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള പൊട്ടൻഷ്യോമീറ്റേഴ്സ് ഉണ്ട്. ഒക്കെ വരക്കാൻ പഠിക്കണം നിങ്ങൾ കേട്ടോ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ട്രാൻസ്ലേഷണൽ പൊട്ടൻഷ്യോമീറ്റർ ആണ്. അതിനാണ് നമുക്ക് അനാലിസിസ് ചെയ്യാനും ഒക്കെ ഉള്ളത്. അനാലിസിസ് ഒന്നും നിങ്ങൾക്ക് കാര്യമായിട്ട് പഠിക്കാനില്ല. ജസ്റ്റ് ലാസ്റ്റ് ഇക്വേഷൻ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. നിങ്ങൾക്ക് എന്താണ് ആ കാര്യം അത് മാത്രം. പക്ഷേ സർക്യൂട്ട് കൃത്യമായിട്ട് വരക്കാൻ അറിയണം. അതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് വരച്ച് തന്നെ പഠിക്കണം. ഇൻപുട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ഒക്കെ മാറണം. ഇതേപോലെ തന്നെ ഉണ്ടാവണം. ഫിഗർ വരച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഉണ്ടാവണം. ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും മാർക്ക് ചെയ്യണം. XI XT രണ്ടും മാർക്ക് ചെയ്യണം. ഇതൊക്കെ ഇനി വർക്കിംഗ് ആണ് പറയാൻ പോകുന്നത്. വർക്കിംഗ് ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ. അങ്ങനെയാണ് വർക്കിംഗ്. സിമ്പിളായിട്ട് നമുക്ക് പറയാം. എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക. പൊട്ടൻഷ്യോമീറ്ററിൻ്റെ സ്ലൈഡറിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യേണ്ട എന്താണോ ഡിവൈസ് അതിനെ കണക്ട് ചെയ്യും. ഇപ്പോൾ ആ സ്ലൈഡറിനകത്ത് കണക്ട് ചെയ്തിട്ടുള്ള എന്താണോ സാധനം അത് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ സ്ലൈഡറിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും. ആ മൂവ്മെൻറ്റിനനുസരിച്ച് കണ്ടക്ടറിൻ്റെ സർക്യൂട്ടിന് ഇൻക്ലൂഡ് ചെയ്യുന്ന ഭാഗം അല്ലെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും. അങ്ങനെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു വോൾട്ടേജാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അതായത് നമ്മളെ സ്ലൈഡർ മൂവ് ചെയ്യുന്നത് റെസിസ്റ്റൻസിലെ ആണ്. ട്രാൻസ്ലേറ്ററി മോഷനോ റൊട്ടേഷണറി മോഷനോ അത് മൂവ് ചെയ്യുന്നത് നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ കൂടിയാണ്. ആ റെസിസ്റ്റൻസിൻ്റെ എത്ര പോർഷനാണോ ആ കണ്ടക്ടറിൻ്റെ ഇഫക്റ്റീവ് ലെങ്ത് എത്രയാണോ ഇഫക്റ്റീവ് ലെങ്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസ്, ആ പോർട്ടിൻ്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും അല്ലേ. ആ ചേഞ്ച് ചെയ്യുന്ന റെസിസ്റ്റൻസിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ്. ഇതാണ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ കണ്ടിട്ടുള്ള ഇക്വേഷൻ പോലെ, അതായത് റെസിസ്റ്റൻസ് അറ്റ് ഔട്ട്പുട്ട് ടെർമിനൽ ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് അറ്റ് ഇൻപുട്ട് ടെർമിനൽ ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ്. ഇതാണ് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ. പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ E0 നമ്മളിതാ നേരത്തെ വരച്ച പൊട്ടൻഷ്യോമീറ്റർ, ഇതിൻ്റെ ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജ് E0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെസിസ്റ്റൻസ് അറ്റ് ദി ഔട്ട്പുട്ട് ടെർമിനൽ ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് അറ്റ് ദി ഇൻപുട്ട് ടെർമിനൽ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. നമുക്ക് നോക്കാം. ഇവിടെ XI എന്ന് പറഞ്ഞാൽ മോഷൻ ഓഫ് ദി സ്ലൈഡർ ആണ്. XT എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദാറ്റ് റെസിസ്റ്റൻസ് എലമെൻറ്റ്. റെസിസ്റ്റൻസ് എലമെൻറ്റിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് XT. ഇത് XT ആണ്. അതുപോലെ ഇൻപുട്ട് വൈപ്പറിനനുസരിച്ച് മൂവ് ചെയ്യുന്ന ലെങ്ത് ആണ് XI. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ് RP ആണെങ്കിൽ ഇതിൻ്റെ XTയുടെ ടോട്ടലായിട്ടുള്ള റെസിസ്റ്റൻസ് RP ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് പൊട്ടൻഷ്യോമീറ്റർ RP ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഓരോ പോയിന്റിലുള്ള റെസിസ്റ്റൻസ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? RP ഡിവൈഡഡ് ബൈ XT ചെയ്യാം. ഇനി ഈ സർക്യൂട്ടിൽ ഇൻക്ലൂഡ് ആവുന്ന റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ഒരു പോയിന്റിൽ RP ഡിവൈഡഡ് ബൈ XT ആണെങ്കിൽ ഒരു പോയിന്റിലുള്ള റെസിസ്റ്റൻസ് RP
ഡിവൈഡഡ് ബൈ എക്സ് ടി ആണെങ്കിൽ ഇത്രയും പോർഷനിൽ, അതായത് ഇൻക്ലൂഡ് ആവുന്ന അത്രയും പോർഷനിലെ റെസിസ്റ്റൻസ്, ഇത്രയായിരിക്കും അല്ലേ, എക്സ് ഐ ഇൻറ്റു ഓരോ പോയിന്റിലെത്തിയും ഓരോ പോയിന്റിലെ റെസിസ്റ്റൻസ് ആർ പി ഡിവൈഡ് ബൈ എക്സ് ടി. അപ്പോൾ എക്സ് ഐ എന്ന് പറയുന്ന ലെങ്ത്തിൻ്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും, എക്സ് ഐ ഇൻറ്റു ആർ പി ഡിവൈഡഡ് ബൈ ദിസ് എക്സ് ടി. ആർ പി ഡിവൈഡ് ബൈ എക്സ് ടി എന്ന് പറഞ്ഞാൽ ഓരോ പോയിന്റിലുള്ള റെസിസ്റ്റൻസ്. ഇഫ് ദി total resistance of potentiometer is Rp, then Xi into Rp divided by Xt is the total effective resistance at the point Xi. Xi എന്ന് പറഞ്ഞ പോയിന്റിലെ total effective resistance അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എന്താ, Rp divided by Xt into Xi ഡിവൈഡഡ് ബൈ ആർ പി ഇൻറ്റു ഇ ഐ. അതാണ് നമ്മളെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ. ഇ ഐ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിലത്തെ വോൾട്ടേജ് സോഴ്സാണ്. ഇനി നോക്കൂ, ഇ സീറോ ഇസ് ഈക്വൽ ടു എക്സ് ഐ ബൈ എക്സ് ടി ഇൻറ്റു ഇ ഐ. ഇ സീറോ ഇസ് ഈക്വൽ ടു ആണ് ഇക്വേഷൻ. ഇ സീറോ ഇസ് ഈക്വൽ ടു xi by xt into ei. Then e0 by ei is equal to എന്താണ്, xi by xt ആണല്ലേ. e0 by ei is equal to xi by xt. അതിൻ്റെ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും, ഒരു ലീനിയർ ഗ്രാഫായിരിക്കും ഉണ്ടാവുക. ഒരു ലീനിയർ ഗ്രാഫാണ് ഇവിടെ ഉണ്ടാവുക. ഇ സീറോ ബൈ ഇ ഐ ഇസ് ഈക്വൽ ടു എക്സ് ഐ ബൈ എക്സ് ടി. ഇത് രണ്ടും പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലീനിയർ ഗ്രാഫാണ് ഉണ്ടാവുക. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ അൺലോഡഡ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞത്? അൺലോഡഡ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലോഡില്ല. അതായത് നമ്മൾ ഔട്ട്പുട്ട് ടെർമിനൽ ഒരു ഡിവൈസുമായിട്ട് കണക്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഔട്ട്പുട്ട് ടെർമിനൽ ഓഫ് ദ പൊട്ടൻഷ്യോമീറ്റർ ഒരു ഡിവൈസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. അതായത് ഔട്ട്പുട്ട് ടെർമിനൽ ഓഫ് ദ പൊട്ടൻഷ്യോമീറ്റർ ഒരു ഡിവൈസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. ഇവിടെ ഓപ്പൺ ടെർമിനലാണ് അല്ലേ, ഔട്ട്പുട്ടിൽ ഓപ്പൺ ടെർമിനലാണ്. നമ്മൾ മെഷറിംഗ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഒരു മെഷറിംഗ് ഡിവൈസ് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ മെഷറിംഗ് ഡിവൈസിൻ്റെ ഔട്ട്പുട്ട് ടെർമിനൽ നമ്മൾ സാധാരണയായിട്ട് കണക്ട് ചെയ്യും അല്ലേ. നമ്മൾ ഈ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ട് ടെർമിനൽ ഇവിടെയുള്ള വോൾട്ടേജ് നമുക്ക് മെഷർ ചെയ്യണം അഗെയിൻ. ഈ വോൾട്ടേജ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കൊടുക്കും. ആ സ്റ്റേജ് ഇവിടെ നമ്മൾ കണക്ട് ചെയ്യും. ആ സ്റ്റേജ് ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ ഇതിന് കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും. ആ ചേഞ്ചസിന് നമ്മൾ പറയുന്നതാണ് ലോഡിംഗ് ഇഫക്റ്റ്. എന്താണ് ചേഞ്ചസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക. വർക്കിംഗ് ഓഫ് ദ പൊട്ടൻഷ്യോമീറ്റർ എന്താണ്, സ്ലൈഡറിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ റെസിസ്റ്റൻസ് ഇൻക്ലൂഡ് ആവുന്നത്. റെസിസ്റ്റൻസ് എത്ര റെസിസ്റ്റൻസ് ആണ് ഇൻക്ലൂഡ് ആവുന്നത്? ടോട്ടൽ റെസിസ്റ്റൻസ് ആർ പി ആണെങ്കിൽ ആർ പി ഡിവൈഡഡ് ബൈ എക്സ് ടി ഇൻറ്റു എക്സ് ഐ, അത്രയും റെസിസ്റ്റൻസ് ആണ് ഇൻക്ലൂഡ് ആവുന്നത്. ഇനി ഔട്ട്പുട്ട് വോൾട്ടേജ് ഇ സീറോ ഇസ് ഈക്വൽ ടു എക്സ് ഐ ബൈ എക്സ് ടി ഇൻറ്റു ഇ ഐ ആയിരിക്കും. ഇൻപുട്ട് വോൾട്ടേജ് ഇ ഐ ആയിരിക്കും. ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇത്രയും കാര്യങ്ങളാണ് വർക്കിങ്ങിൽ പറയാനുള്ളത്. വർക്കിംഗ് കുറച്ച് അധികം മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പോയിന്റ് മുതലേ എഴുതിയിട്ട് വർക്കിംഗ് കംപ്ലീറ്റ് എഴുതുക, ഈ ഇക്വേഷനും എഴുതുക. അത്രയാണ് നിങ്ങൾ പേപ്പറിൽ എഴുതേണ്ടത്. ഇനി നമുക്ക് ലോഡിംഗ് ഇഫക്റ്റ് എന്താണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു മെഷറിംഗ് ഡിവൈസിൻ്റെ അടുത്ത പോർഷൻ ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് ആ ഫിഗർ. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫിഗറൊക്കെ നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് സോണിയിലത്തെ ഫിഗറാണ്. AK സോണി എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് ഉണ്ട്. ആ ടെക്സ്റ്റിലത്തെ ഫിഗറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ, ഒരു പഴയ ടെക്സ്റ്റാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇതായിട്ടുള്ളത്. പക്ഷേ ഈ ഫിഗർ തന്നെ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ എക്സാമിനൊക്കെ എഴുതുമ്പോൾ ഈ ഫിഗർ യൂസ് ചെയ്യുമ്പോൾ അതാണ് എളുപ്പം ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഒരു മെഷറിംഗ് ഡിവൈസ്, ഔട്ട്പുട്ടിലൊരു മെഷറിംഗ്, നമ്മൾ E0 എന്ന് പറഞ്ഞ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഷറിംഗ് ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മെഷർ ചെയ്യുന്നത് എന്താ, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ വോൾട്ടേജ് ആക്കി മാറ്റി പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്തിട്ട്. ആ വോൾട്ടേജ് നമുക്ക് എഗെയിൻ റീഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡിവൈസിലേക്ക് ഫീഡ് ചെയ്യണം. ആ മീറ്ററാണ് ഈ കണക്ട് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇങ്ങനെ ഒരു മീറ്റർ നമ്മുടെ സർക്യൂട്ടിലേക്ക് ആഡ് ചെയ്യുമ്പം ഈ മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ടാവും അല്ലേ. ഇവിടെ ആ മീറ്ററിൻ്റെ റെസിസ്റ്റൻസും കൂടി ഇൻക്ലൂഡ് ആവും. ആ റെസിസ്റ്റൻസ് എന്തിനെ ബാധിക്കും? നമ്മളെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ ബാധിക്കും. അതിനെയാണ് നമ്മൾ ലോഡിങ് എഫക്റ്റ് എന്ന് പറയാം. ഇവിടെ ഒരു ഹൈ റെസിസ്റ്റൻസ് ആണെങ്കിൽ, അതായത് ഈ ഡിവൈസിൻ്റെ റെസിസ്റ്റൻസ് ഹൈ ആണെങ്കിൽ നമ്മുടെ സർക്യൂട്ടിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ ഒരു ഫൈനൈറ്റ് റെസിസ്റ്റൻസ് ആണെങ്കിൽ, ഇൻഫിനിറ്റി അല്ലാത്ത ഒരു ഫൈനൈറ്റ് റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇറ്റ് വിൽ കോസ് എ ലോഡിങ് ഇഫക്റ്റ്. ഇറ്റ് വിൽ കോസ് എ ലോഡിങ് ഇഫക്റ്റ് ടു ദി സർക്യൂട്ട്. അതിനെയാണ് നമ്മൾ ലോഡിങ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ലോഡിങ് എഫക്റ്റ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഇഫ് വി ആർ കണക്റ്റിംഗ് എ മെഷറിംഗ് ഡിവൈസ് ഓർ ഫർദർ സ്റ്റേജ് ടു പൊട്ടൻഷ്യോമീറ്റർ. At that time, the input resistance of that device is connected to the output of the potentiometer. This resistance at the output of the potentiometer will change the voltage. It will affect the linearity of the graph. അതിനെയാണ് നമ്മൾ ലോഡിംഗ് ഇഫക്റ്റ് എന്ന് പറയാം. ലോഡിംഗ് ഇഫക്റ്റ് കൊണ്ട് നമ്മുടെ ഗ്രാഫിലൊരു നോൺ ലീനിയാരിറ്റി ഉണ്ടാവും. ഗ്രാഫിൽ നോൺ ലീനിയാരിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ സെൻസിറ്റിവിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു വോൾട്ടേജാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലേ. സോറി, ഡിസ്പ്ലേസ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു വോൾട്ടേജാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക. ആ ലെവലിൽ ഉള്ള ഒരു വ്യത്യാസം, അതായത് ആ എന്താ പറയുക, നമ്മൾ വോൾട്ടേജ് ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷനായിട്ടാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിന് ഒരു പ്രൊപ്പോർഷൻ. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 2 ആണെങ്കിൽ വോൾട്ടേജ് ഒരു 10 ആയിരിക്കും. എഗെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് 4 ആവുമ്പം വോൾട്ടേജ് 20 ആവും. അങ്ങനെ ഒരു പ്രൊപ്പോർഷണാലിറ്റി അതിനുണ്ടാവും. ആ പ്രൊപ്പോർഷണാലിറ്റിയിലല്ലാതെ ആ പ്രൊപ്പോർഷണാലിറ്റി മാറി, ആ ലീനിയാരിറ്റി ബിഹേവിയറിൽ നിന്ന് മാറി ഒരു ബെൻഡ് ഉണ്ടാവും നമ്മുടെ കർവിന്. അതായത് ഗ്രാഫിന്, പ്ലോട്ട് ചെയ്ത ഗ്രാഫിനൊരു കർവ് ഉണ്ടാവും. അതനുസരിച്ച് നമ്മൾ വോൾട്ടേജ് അങ്ങ് കുറയും. ഇൻപുട്ട് വോൾട്ടേജിനെ എഫക്റ്റ് ചെയ്യും. നമ്മുടെ ഫോം ചെയ്യുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ എമൗണ്ട് കുറയും. അതായത് ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട് ലെങ്ത് ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് ലെങ്ത് എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് xi/xt എക്സ് ആക്സിസിലും E0/EI y ആക്സിസിലും പ്ലോട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺസ്റ്റൻറ്റ് ലീനിയർ ഗ്രാഫിന് ഒരു വ്യത്യാസം ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ലോഡിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ലോഡിംഗ് ഇഫക്റ്റ് എന്താണ്? നമ്മളൊരു മെഷറിംഗ് ഡിവൈസിൻ്റെ ഫർദർ സ്റ്റേജ് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇഫക്റ്റാണ് ലോഡിംഗ് ഇഫക്റ്റ്. അതെന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ എമൗണ്ട് കുറച്ച് കളയും. അതായത് നമ്മളെ ഗ്രാഫിൽ ഒരു നോൺ ലീനിയാരിറ്റി ഉണ്ടാവും. നമ്മളെ ഡിവൈസിൻ്റെ ബിഹേവിയറിലൊരു നോൺ ലീനിയാരിറ്റി ഉണ്ടാവും. ഇനി ഇതൊരു ഓപ്പൺ ടെർമിനൽ ആണെങ്കിൽ അത് കുഴപ്പമുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഓപ്പൺ ടെർമിനലിൻ്റെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റിയാണ്. ആ ഇൻഫിനിറ്റി റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പം ഇവിടെ കുഴപ്പമില്ല. ഇവിടെ ഒരു ഡിവൈസ് കണക്ട് ചെയ്ത് അതിൻ്റെ ഒരു ഫൈനൈറ്റ് റെസിസ്റ്റൻസ് ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് വരുമ്പോഴാണ് ലോഡിംഗ് ഇഫക്റ്റ് ഉണ്ടാവുന്നത്. ഇനി നമുക്ക് പോയിൻറ്റ്സ് ആക്കിയിട്ട് എങ്ങനെ എഴുതാൻ നോക്കാം. ഇതാണ്, അത് ഞാൻ പോയിൻറ്റ്സ് ആക്കിയിട്ട് എഴുതിയിട്ടുള്ളതാണ്. എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, ഡ്യൂ ടു ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് ദി ഡിവൈസ് വിച്ച് ഈസ് കണക്റ്റഡ്. പിന്നെ ഐഡിയൽ കണ്ടീഷനിൽ നമ്മൾ മെഷർ ചെയ്യുമ്പം അതിൻ്റെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. അതൊരു ഫൈനൈറ്റ് റെസിസ്റ്റൻസിലൊരു ഡിവൈസ് ആയിട്ട് മാറുമ്പോൾ നമുക്ക് അവിടെ ഒരു ലോഡിംഗ് ഇഫക്റ്റ് വരും. ഇത്രയും പോയിന്റ്സ് നിങ്ങൾ എഴുതിയെടുക്കുക. പോയിന്റ്സ് ഒക്കെ എഴുതിയെടുക്കണം. ഈ സ്ലൈഡിലുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നോട്ടിൽ കോപ്പി ചെയ്യണം. നിങ്ങൾക്ക് നോട്ടിൽ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോയിന്റ്സ് ആക്കിയിട്ട് തന്നെ സ്ലൈഡിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് മനസ്സിലായി. നമ്മളെ വോൾട്ടേജിൻ്റെ ഇക്വേഷനിൽ ചേഞ്ച് ഉണ്ടാവും. അതായത് നമ്മൾ E0 = EI × xi/xt എന്ന് പറഞ്ഞ ഇക്വേഷനിൽ ചേഞ്ച് ഉണ്ടാവും. ആ ഇക്വേഷനിൽ എങ്ങനെയാണ് ചേഞ്ച് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. ഇതാ ടെക്സ്റ്റിലുള്ളത് ഞാൻ അങ്ങനെ തന്നെ കോപ്പി ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇത് എന്തായാലും നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. നിങ്ങൾക്ക് എങ്ങനെ ഡിറൈവ് ചെയ്യുന്നതെന്നൊന്നും പഠിക്കാനില്ല. ലാസ്റ്റ് ഇക്വേഷൻ മാത്രമേ നിങ്ങൾക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. നമ്മൾ തെവനിൻ ഇക്വേഷൻ, തെവനിൻ നോർട്ടൺ എന്നൊക്കെ കേട്ടിട്ടില്ലേ? സർക്യൂട്ടുകൾ സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് തെവനിൻ നോർട്ടൺ. ആ
സ്റ്റെപ്സ് വെച്ചിട്ടാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. അതായത് ഇവിടെയുള്ള xi ബൈ എക്സ് ടി ഇത് നേരത്തെ ഇക്വേഷനാണ്. നമ്മൾ xi ബൈ എക്സ് ടി ഇൻറ്റു ആർ പി അതാണ് നമ്മളെ റെസിസ്റ്റൻസ്, ഇൻക്ലൂഡ് ആവുന്ന റെസിസ്റ്റൻസിൻ്റെ എമൗണ്ട്. അത് എന്തിന് പാരലലായിരിക്കും? ഇവിടെ ഈ ആർ എം എന്ന് പറയുന്ന റെസിസ്റ്റൻസിന് പാരലലായിരിക്കും ഇവിടെയുള്ള റെസിസ്റ്റൻസ് അല്ലേ. അപ്പോൾ ഈ ആർ എം എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഇത് പാരലലായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള റെസിസ്റ്റൻസും ആർ എമ്മും പാരലൽ കോമ്പിനേഷൻ്റെ ഇക്വേഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. അത് നമ്മൾ xi ബൈ എക്സ് ടി എന്ന് പറയുന്നതിന് k എന്ന് പറയുന്ന വാല്യൂ എടുത്തു, ഒരു കോൺസ്റ്റൻറ്റ് ആക്കിയിട്ട് കൊടുത്തു. xi ബൈ എക്സ് ടി ഈസ് ഈക്വൽ ടു k. ഇനി ടോട്ടൽ റെസിസ്റ്റൻസ് സീൻ ബൈ ദി സോഴ്സ് ആർ ഇസ് ഈക്വൽ ടു ആർ പി ഇൻറ്റു ഇത്രയും വാല്യൂ. അതിനെ നമ്മൾ ടോട്ടൽ കറണ്ട് കണ്ടുപിടിച്ചു. അങ്ങനെ ലാസ്റ്റ് ലോഡഡ് കണ്ടീഷനിലെ വോൾട്ടേജിൻ്റെ റേഷ്യോ, അതായത് E0 ഡിവൈഡഡ് ബൈ EI അണ്ടർ ലോഡഡ് കണ്ടീഷൻ. അതായത് ഈ ഇക്വേഷൻ മാത്രം നിങ്ങൾ എഴുതിയെടുക്കുക. ലോഡഡ് കണ്ടീഷനിൽ E0 ഡിവൈഡഡ് ബൈ EI ഈസ് ഈക്വൽ ടു K ഡിവൈഡഡ് ബൈ K ഇൻറ്റു 1 മൈനസ് K ആർ പി ഡിവൈഡഡ് ബൈ ആർ എം. ആർ എം എന്ന് പറയുന്നത് നമ്മുടെ മെഷറിംഗ് ഡിവൈസിൻ്റെ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ മാത്രം നിങ്ങൾ എഴുതിയെടുക്കുക. ലാസ്റ്റത്തെ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യാം. നേരത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? xi ഡിവൈഡ് ബൈ എക്സ് ടി ആയിരുന്നു. അതിന് പകരം k എന്ന് പറഞ്ഞാൽ xi ഡിവൈഡ് ബൈ എക്സ് ടി ആണ്. അപ്പോൾ k ഡിവൈഡഡ് ബൈ k ഇൻറ്റു 1 മൈനസ് k ആർ പി ഡിവൈഡഡ് ബൈ ആർ എം പ്ലസ് 1. ഇതാണ് ഇക്വേഷൻ. ഇവിടെ നോക്കുക, ഇൻ ദ കേസ് ഓഫ് ആർ എം ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ആർ എം ഇൻഫിനിറ്റി ആവുന്ന കേസിൽ എന്തായിരിക്കും? E0 ഡിവൈഡഡ് ബൈ EI ഇസ് ഈക്വൽ ടു K ആണ്. E0 ഡിവൈഡ് ബൈ EI ഇസ് ഈക്വൽ ടു K. അതായത് നമ്മൾ ഐഡിയൽ കണ്ടീഷനിൽ മെഷർ ചെയ്യുമ്പം ആർ എം ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി, അതായത് നമ്മളെ മെഷറിങ് ഡിവൈസിൻ്റെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആയിട്ട്, അത് ഓപ്പൺ സർക്യൂട്ടാണ്. ഓപ്പൺ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് എപ്പോഴും ഇൻഫിനിറ്റി ആയിരിക്കും. ഇൻഫിനിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഇക്വേഷനും ഈ കണ്ടീഷനും മാത്രം എഴുതിയെടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എഴുതിയെടുക്കാവുന്നതാണ്. ലോഡിംഗ് ഇഫക്റ്റിൻ്റെ എങ്ങനെയാണ് ആ ഇക്വേഷൻ കിട്ടുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സോൾവിങ് മാത്രമേ ഉള്ളൂ. ഇത് പാരലൽ കോമ്പിനേഷൻ്റെ ഇക്വേഷനാണ്. നമ്മൾ അഗെയിൻ ആർ ഇസ് ഈക്വൽ ടു ഈ പാരലൽ കോമ്പിനേഷൻ്റെ റെസിസ്റ്റൻസ് പ്ലസ് 1 മൈനസ് K, അതായത് ബാക്കിയുള്ള പോർഷൻ്റെ നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ബാക്കിയുള്ള പോർഷൻ്റെ റെസിസ്റ്റൻസ്. ഇനി ആ ടോട്ടൽ ഇൻപുട്ട് വോൾട്ടേജിനെ ഈ ടോട്ടൽ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇൻപുട്ട് കറണ്ട് കിട്ടും. അതിൻ്റെ അതിന് ഇൻപുട്ട് കറണ്ട് I ആണ്. ഇൻപുട്ട് കറണ്ട് ഇൻറ്റു ആർ എം ഇൻറ്റു 1 മൈനസ് K, അതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജ് മൈനസ് I ഇൻറ്റു ആർ എം ഇൻറ്റു 1 മൈനസ് K, അതാണ് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ആർ എം നമ്മൾ ഡിവൈസിൻ്റെ ഇതാണ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ I എന്ന് പറയുന്നത് നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഇക്വേഷൻ കിട്ടും. നമ്മൾ ഐൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് തെവനിൻ സോഴ്സ് വെച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത്. നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എടുത്താൽ മതി. അതായത് പാരലൽ കോമ്പിനേഷൻ ഓഫ് 2 റെസിസ്റ്റൻസ് ആദ്യം കണ്ടുപിടിച്ചു. പിന്നെ സോഴ്സ് നോക്കുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ്, അതായത് ആർ പി ഇൻറ്റു 1 മൈനസ് K, നമ്മളെ റെസിസ്റ്റൻസിൻ്റെ മറ്റേ പോർഷൻ, അതായത് 1 മൈനസ് K എന്ന് പറഞ്ഞിട്ടുള്ളത് 1 മൈനസ് xi ബൈ എക്സ് ടി ആണിത്. പ്ലസ് ഇത് പാരലൽ കോമ്പിനേഷൻ ഓഫ് ആർ എം ആൻഡ് ആ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇനി കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി സോഴ്സ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഈ ടോട്ടൽ റെസിസ്റ്റൻസ് സോഴ്സ് വോൾട്ടേജ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇനി നമുക്ക് E0 ഔട്ട്പുട്ടിലെ വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കാം? EI മൈനസ് I ഇൻറ്റു ആർ എം 1 മൈനസ് K, I ഇൻറ്റു ആർ എം 1 മൈനസ് K. ഇനി അതിൻ്റെ അകത്ത് ഐക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എഗെയിൻ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും.
ആ ഇക്വേഷൻ അന്ന് E0/EI കണ്ടുപിടിക്കാം. ജസ്റ്റ് ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഈ ഇക്വേഷനും താഴെയുള്ള ഈ RM ഇൻഫിനിറ്റി ഈ ഇക്വേഷൻ പഠിക്കുക. RM = ഇൻഫിനിറ്റി എന്നുള്ള കാര്യം കൂടി പഠിക്കുക. അതായത് RM = ഇൻഫിനിറ്റി ആവുമ്പോൾ E0/EI, അതായത് RM ഇൻഫിനിറ്റി ആവുമ്പോൾ എന്താണ്? എനി നമ്പർ ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി = 0. അപ്പോൾ ഈ ടേം അങ്ങ് 0 ആയി പോകും. ഇത് 1 ആണ്. അപ്പോൾ ഇത് E0/EI = K ആവും. നമ്മൾ അൺലോഡഡ് കണ്ടീഷനിൽ അങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്ന് പറഞ്ഞതാണ്. ഇനി എറർ വോൾട്ടേജ്, ഇതുകൊണ്ടുണ്ടാവുന്ന എറർ വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് അണ്ടർ ലോഡ് മൈനസ് ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്ത് നോ ലോഡ്. നോ ലോഡിലെ ഔട്ട്പുട്ട് വോൾട്ടേജും വിത്ത് ലോഡിലെ ഔട്ട്പുട്ട് വോൾട്ടേജും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? E0 = EI × K എന്ന് എഴുതാം അല്ലേ? അതേപോലെ തന്നെ നേരത്തെ റിലേഷനകത്ത് EI × ഇത്രയും ടോട്ടൽ വാല്യൂ. അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട് എറർ, സാധാരണ എറർ വോൾട്ടേജ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. ജസ്റ്റ് ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഈ ഇക്വേഷൻ ഇത് ഔട്ട്പുട്ട് E0 നമ്മളിപ്പോൾ കണ്ടുപിടിച്ച E0 ആണിത്. നമ്മൾ ഇതിന് മുന്നേ കണ്ടുപിടിച്ച E0 ആണ്. EI × K. K എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ XI / XT. ഇനി നമുക്ക് എന്താണ്, നമ്മൾ RM = ഇൻഫിനിറ്റി ആവണം എന്ന് പറഞ്ഞു. നമുക്ക് നല്ല റിസൾട്ട് കിട്ടാൻ, അല്ലെങ്കിൽ എറർ 0 ആവാൻ വേണ്ടിയിട്ട്. RM ഇൻഫിനിറ്റി ആയാൽ എന്താണ്? K ആണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എററൊക്കെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത്ര എറർ ലീനിയാരിറ്റിയുള്ള ഗ്രാഫായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ലീനിയാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് RP മസ്റ്റ് ബി സ്മോൾ ആക്കി വെക്കുക. RP സ്മോൾ ആകുമ്പോൾ നമുക്ക് RM ഒരു ഹൈ വാല്യൂ ആയിരിക്കും അല്ലേ? അപ്പോൾ RM ഉം RPയും കമ്പയർ ചെയ്യുമ്പോൾ RM ഒരു ഇൻഫിനിറ്റി പോലെ ഒരു ഹൈ വാല്യൂ ആയിരിക്കും. അപ്പോൾ RP സ്മോൾ ആയിട്ട് കീപ്പ് ചെയ്യാണ് നമുക്ക് ലീനിയാരിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷർ. ലീനിയാരിറ്റി അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് RP സ്മോൾ ആക്കി വെക്കാം. പക്ഷേ സ്മോൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെൻസിറ്റിവിറ്റി വല്ലാണ്ടങ്ങ് കുറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇതിന് രണ്ടും, ലീനിയാരിറ്റീനെയും സെൻസിറ്റിവിറ്റീനെയും രണ്ടും കിട്ടുന്ന ഒരു RP ആയിരിക്കണം നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിന് സെറ്റ് ചെയ്യുന്നത്. അതായത് ടോട്ടൽ റെസിസ്റ്റൻസ്, ലീനിയാരിറ്റിയും സെൻസിറ്റിവിറ്റിയും രണ്ടും കമ്പാരബിൾ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ സെലക്ട് ചെയ്യണം. ഇനി മെറിറ്റ്സ് ഓഫ് ദി പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്ററിൻ്റെ മെറിറ്റ്സ് ആണ്. പോയിന്റ്സ് എഴുതി വെക്കണം. ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റ്സും നിങ്ങൾ എഴുതി വെക്കണം. അതിൻ്റെ കൂടെ ഇത് മെറിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്ന് പറയും. ചീപ്പ്, ഈസി ടു ഓപ്പറേറ്റ്. നമുക്ക് വില കുറഞ്ഞ, റെസിസ്റ്റൻസിനൊക്കെ വില കുറവാണല്ലോ, അതേപോലെ തന്നെ പൊട്ടൻഷ്യോമീറ്ററിന് വില കുറവാണ്. പിന്നെ ഓപ്പറേഷൻ എളുപ്പമാണ്, നമുക്ക് പഠിച്ചു വെക്കാവുന്നതേ ഉള്ളൂ. പിന്നെയുള്ളത് വയർ വോൺ പൊട്ടൻഷ്യോമീറ്റർ അല്ലാത്ത പൊട്ടൻഷ്യോമീറ്ററിനൊന്നും ഫ്രീക്വൻസി കാര്യമായിട്ട് ബാധിക്കില്ല. ഇത് ഏത് ഫ്രീക്വൻസിയിലുള്ള മെഷർമെൻറ്റ് നമുക്ക് പറ്റും. ഗുഡ് ഫ്രീക്വൻസി റെസ്പോൺസ് ആയിരിക്കും. ആൻഡ് ഇൻഫിനിറ്റ് റിസൊല്യൂഷൻ, നല്ല റിസൊല്യൂഷൻ തന്നെ പോസിബിൾ ആണ് പൊട്ടൻഷ്യോമീറ്റർ കൊണ്ട്. ഇനി ലാർജ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ലാർജ് ആംപ്ലിറ്റ്യൂഡ്സും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടൻഷ്യോമീറ്ററിന് പറ്റും. ഇനി ഹൈ ഇലക്ട്രിക്കൽ എഫിഷ്യൻസി, നമുക്ക് ഒരു വോൾട്ടേജ് ആണ് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് അല്ലേ? ആ വോൾട്ടേജ് നമുക്ക് എന്താണ്, പെട്ടെന്ന് ഇലക്ട്രിക്കലി എഫിഷ്യൻ്റ് ആണ്. നമ്മൾ വേറൊരു ഫോമിലേക്കൊന്നുമല്ല, വോൾട്ടേജ് ആയിട്ട് തന്നെയാണ് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ ട്രാൻസ്ലേഷന് അല്ലെങ്കിൽ റൊട്ടേഷന്, ഡിസ്പ്ലേസ്മെൻറ്റിനെ മാറ്റുന്നത്. അപ്പോൾ ഫർദർ പ്രോസസ്സിങ്ങിന് എളുപ്പമായിരിക്കും ഔട്ട്പുട്ട്. അത്രയും ഒരു ഇനഫ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ആണ് നമുക്ക് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ലോസ് ഒന്നും ഉണ്ടായി പോകുന്നില്ല. ഈ ലോഡിംഗ് ഇഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യമല്ലാണ്ട് വേറെ കാര്യമായിട്ട് ലോസ് ഒന്നും ഉണ്ടാവുന്നില്ല. ഇനി ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ വിയർ ആൻഡ് ടയർ ഓഫ് ദാറ്റ് വൈപ്പറിനുണ്ടാവുന്ന വിയർ ആൻഡ് ടിയർ. നമ്മൾ ലാബിലൊക്കെ പൊട്ടൻഷ്യോമീറ്റർ പിടിച്ച് തിരിക്കില്ലേ, അപ്പോൾ അതിൻ്റെ വൈപ്പറിനുണ്ടാവുന്ന പ്രശ്നം കൊണ്ട് അതിൻ്റെ ലൈഫ്, അതിൻ്റെ ഫങ്ഷൻ നഷ്ടപ്പെട്ടു പോകുന്നല്ലാതെ കാര്യമായിട്ടുള്ള ഡീമെറിറ്റ്സ് ഒന്നും പൊട്ടൻഷ്യോമീറ്ററിനില്ല. പിന്നെ കുറച്ച് ലാർജ് ഫോഴ്സ് വേണം, അതായത് ഡിസ്പ്ലേസ്മെൻ്റ് ഓഫ് ഫോഴ്സ് ഏതാണെങ്കിലും കുറച്ച് ലാർജ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ഓഫ് ഫോഴ്സ് നമുക്ക് അധികം സ്മോൾ ആയിട്ടുള്ള ഒന്നും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതാണ് ഡീമെറിറ്റ്സിൽ കാര്യമായിട്ട് പറയുന്നത്. എന്നാലും വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഡ്യൂസർ തന്നെയാണ് പൊട്ടൻഷ്യോമീറ്റർ അല്ലെങ്കിൽ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും എഴുതിയെടുക്കുക. എഴുതിയെടുത്തതിന് ശേഷം നമുക്ക്
നോട്ട് സബ്മിറ്റ് ചെയ്യാൻ ഞാൻ ഒരു ദിവസം പറയും. അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയെടുക്കുക, നോട്ടിൽ എഴുതിയെടുക്കുക, പഠിക്കുക. അതുപോലെ ഇതിന് മുന്നേ നടത്തിയതുപോലെ പെട്ടെന്ന് ഒരു ദിവസം ടെസ്റ്റ് പറയും. അപ്പം നിങ്ങൾ എഴുതാൻ റെഡി ആയിരിക്കണം. ഓക്കെ, അപ്പം നോട്ട് എഴുതിയെടുക്കുക, നന്നായി മനസ്സിലാക്കി കേട്ട് പഠിക്കുക.